മാമി കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ടെസ്റ്റ് പേപ്പർ ഇല്ലായിരുന്നോ മാമി അതിന് എനിക്ക് മാർക്ക് കുറഞ്ഞ്. ഏത് ഇവിടെ ഇരുന്ന് പഠിച്ചതിനാ? എത്ര മാർക്ക്? 10-ന് 9.5. അര മാർക്ക് ഇവിടെ കൊണ്ട് കളഞ്ഞു. എന്താ മാമി 9.5 കിട്ടിയ സന്തോഷിക്കണ്ടേ? 9.5 കിട്ടിയതല്ല, എന്തോരം ഇവിടെ ഇരുന്ന് ഞാൻ പഠിപ്പിച്ചതാ. അര മാർക്ക് കളഞ്ഞില്ലേ? ഇനി വരണ്ടേ? മാമി എന്റെ അമ്മയായിരിക്കും. ഞാൻ ഇങ്ങനെ എപ്പോഴും പറ്റിക്ക് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കും. 9.5 എന്ന് പറയുമ്പോ അമ്മയുടെ ഒരു സന്തോഷം കാണണം. എന്റെ ദൈവം, ഇതേപോലെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്താണ് നമ്മള്. എന്നാലും അര മാർക്ക് എന്ന് പറഞ്ഞാലേ എനിക്ക് ഫുള്ള് കിട്ടിയ ഉമ്മതാ. ഫുള്ള് കിട്ടിയില്ലല്ലോ. 9.5 വെച്ചാ 10 അല്ലേ ഉമ്മതാ. എന്നാലും ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ല. അത് മറന്നുപോയി. വലിയ കാര്യമൊന്നുമല്ല, എനിക്ക് എപ്പോഴും ഫുള്ള് കിട്ടണം. നീ വെറുതെ ഇരിക്കണേ, അത് മടിക്കാതെ ചുരുട്ടി കൂട്ടിയല്ലേ ആ മുണ്ട്. ഇതാണ് മടക്കം. ഐസ്ക്രീമോ? എവിടെ ഇത് മാറ്റി വെച്ചാ? ഇതേ ഏട്ടൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി കൊണ്ടുവന്നതാ. എവിടെ ഐസ്ക്രീം? എവിടെ ഐസ്ക്രീം? ഞങ്ങൾ തിന്ന്. നിന്നെ വിളിച്ചതാണല്ലോ, നീ വന്നില്ലല്ലോ. എപ്പോ വിളിച്ച്? അപ്പൊ ഡാഡി പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നായിരുന്നു. അപ്പൊ നിന്റെ ഡാഡി പറഞ്ഞു നീ ഉറങ്ങുവാണെന്ന്. എന്നാലും മാമിക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നു അമ്മേ. ഞാൻ പറഞ്ഞതാ ഒന്ന് ഉറക്കത്തിൽ നിന്ന് പിടിക്കാനായിട്ട്. അപ്പൊ പറയുവോ ഉറങ്ങിപ്പോയി രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ്. ഫ്രിഡ്ജില് വച്ചിടായിരുന്നോ? ഫ്രിഡ്ജില് വെക്കണമെന്നൊക്കെ വിചാരിച്ച്, പിന്നെ TV കണ്ടു ഞങ്ങളിങ്ങനെ മൊത്തം തിന്നുപോയി. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ, അതല്ലേ നിനക്ക് ഇഷ്ടം? ആ അതായിരുന്നു. ഫുള്ള് തിന്നോ? ഫുള്ള് തിന്നു. ഞാൻ പോണേ. എവിടെ പോണു? ഇവിടെ ഇരിക്കേ. അല്ല എനിക്ക് വീട്ടില് പഠിക്കാണ്ട്. അയ്യോ ഇവിടെ ഇരുന്ന് ഞാൻ ബോറടിച്ച്. ഇവിടെ ഇരിക്കേ പ്ലീസ്. ഇല്ല ഞാൻ പോയി തരാം. ഇവിടുത്തെ കത്തി എന്ത് ചെയ്ത ദൈവമേ? കത്തി കണ്ടോ ക്ലീറ്റോ? ആ തങ്കം, നീ ഒരു 1000 രൂപ തരാണ്ട് കേട്ടോ. ആർക്ക്? എനിക്ക് എങ്ങനെ? അല്ല, എനിക്കൊന്ന് ഉദ്ദേശിച്ചത് പാർട്ടി ഫണ്ടിലേക്ക്. സവാള വെച്ചിട്ട് ഞാൻ നല്ല ഇടിയാൻ തന്നെയാണ്. നീ വരുമാനമുള്ള ഒരാളല്ലേ? അല്ല, എനിക്ക് വരുമാനം ഇല്ല. 500 രൂപയ്ക്ക് കിട്ടുന്നൂടെ? നാണാവില്ലേ ഒരു ബക്കറ്റ് എടുത്തിട്ട് റോഡിലോട്ട് ഇറങ്ങും. അത് ആ പിരിവുണ്ട്. ഇത് അതിന് മുമ്പായിട്ട് നമ്മളെ ഈ ഓരോ അണികളും അവരവരുടെ കുടുംബങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരെ എന്നൊക്കെ ഒരു ചെറിയ ഓഹരി അത് മേടിക്കണമല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ക്ലീറ്റോ? ക്ലീറ്റോ എന്ത് കൊടുത്ത്? എന്നല്ല, ക്ലീറ്റോ എന്ത് കൊടുത്തു നിങ്ങളുടെ പാർട്ടി ഫണ്ടിലോട്ട്? ഞാൻ കൊടുക്കണ എന്റെ അധ്വാനം ഉണ്ടല്ലോ. വളഞ്ഞു തിരിയല്ല വേണ്ടത്, നിങ്ങൾ പൈസയായിട്ട് എന്ത് കൊടുത്തു? ഞാനിപ്പോ നല്ലൊരു തുക എല്ലായിടത്തും കൂടെ അത് ഞങ്ങളുടെയൊക്കെ പൈസ നിങ്ങൾ എന്ത് കൊടുത്തെന്നാ ഞാൻ ചോദിച്ചേ. ഒരു രൂപ അധ്വാനത്തിന്റെ കാര്യമൊന്നും വലിയ കാര്യമായിട്ട് പറയണ്ട. ഞാൻ കാണാറുണ്ട് എന്തോരം അധ്വാനിക്കുന്നു. 1 രൂപ നിങ്ങളുടെ പാർട്ടി ഫണ്ടിലോട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതെ, ഇപ്പൊ ഇവിടുന്ന് പോണേന് ഞാൻ വല്ലതും തരണോ? ഒന്നും തരണ്ട, പൊയ്ക്കോ. ഞാൻ ഒന്നും ചോദിച്ചിട്ടുമില്ല, ഒന്നും 1000 രൂപ അങ്ങോട്ട് പറഞ്ഞ ഉടനെ അങ്ങ് എടുത്ത് തരല്ലേ? എന്താടി ഇന്ന് നിന്റെ മുഖം ഇങ്ങനെ തോട് കണക്കിനിരിക്കുന്നു? എന്താന്ന്? ഐസ്ക്രീം ഒക്കെ എന്നിട്ടെന്ത് ഐസ്ക്രീം തീർന്നു പോയാ? കുടിച്ച് മതിയായില്ലേ? എത്രയൊക്കെ കുടിച്ചാൽ മതി, ഒരുപാടൊന്നും കുടിച്ചുകൂടാ. എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലേ? എന്ത് നിനക്ക് കിട്ടാതെ പിന്നെ ഇത് ആര് കുടിച്ചു? അവളൊറ്റയ്ക്കാ? എന്ത് പറ്റി? ഇന്നലെ കനമാമൻ ഐസ്ക്രീം വാങ്ങിച്ച് ഇന്നലെ രാത്രി ഡാഡി അടുത്ത് ഞാൻ എവിടെയും ചോദിച്ചു ഐസ്ക്രീം തരാൻ വേണ്ടി. ഡാഡി പറഞ്ഞു അവള് ഉറങ്ങിയിരുന്നു. എന്റെ അടുത്ത് ചോദിച്ചാ? ആര് ചോദിച്ചു? എപ്പോ ചോദിച്ചു? എന്റെ അടുത്ത് ആരും ഒന്നും ചോദിച്ചില്ല. ഇന്നലെ രാത്രി ചോദിച്ചില്ലേ? അവൾക്ക് തലയ്ക്കെന്തോ കുഴപ്പമുണ്ട് കേട്ടാ. കള്ളത്തരം എന്ന് പറഞ്ഞ ഇതുപോലെ കള്ളി. അതിന് ഞാൻ അവളെ എപ്പോ കണ്ടു? ഭക്ഷണം കഴിച്ച് നമ്മളെ കഥ അടച്ചിട്ട് കിടന്നില്ലേ? അവള് വെറുതെ പറഞ്ഞായിരിക്കും. അങ്ങനെ ആ മാമനും മാമി അങ്ങനെ ചെയ്യൂല മോനെ. വളരെ മോശമാണ് ഇത്രയും സാധനം. അല്ലെ ഒരു നുള്ളു കൊച്ചു അവൾ എപ്പോഴും പറയില്ല തേനാണ് പാലാണ് തക്കളി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണെന്ന്. ഒരു ശകലം കൊച്ചിന് ഫ്രിഡ്ജിൽ വെച്ചേക്കാറുണ്ട്, അത് ഉറങ്ങിപ്പോയെങ്കിൽ.
നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മ നാളെ ഒരെണ്ണം മേടിച്ചു തരാം. നാളെ അല്ലേ, എനിക്ക് നിന്ന് ചോദിക്കണം. നിങ്ങൾ എന്തിനു വേണ്ട, ചോദിക്കണം, വേണ്ട, അവർക്ക് തരാൻ താല്പര്യം ഉണ്ടാവും, തന്നില്ല അങ്ങനെ വിചാരിച്ചാൽ അതല്ല, ഒരു മര്യാദയുണ്ട്. കൊച്ചിന് കൊടുക്കാതെ പോട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിന് ഇത് കാണിക്കരുത്, ഇതിനെടുത്ത് അങ്ങ് കളയണം. അതിന് വിഷമാവും, എനിക്കറിയാം. നീ വിഷമിക്കണോളെ. നിങ്ങളിത് എവിടെ പോവാണെന്ന് എന്നിട്ട് അവിടെ കള്ളം പറഞ്ഞു എന്തിനാ? എന്നോട് ചോദിച്ചു ഞാൻ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞു എന്തിനാണ്? അപ്പൊ ആവശ്യമില്ലാത്ത കള്ളം പറയണം എന്തിനാണ്? ഞാൻ മോശക്കാരനായില്ലേ? അത് എനിക്ക് ചോദിച്ചിട്ടാണ് ഭാര്യക്കാരോട്. അങ്ങനെ പറയരുത്, മോശമാണ്. യമന്തേ യമന്തേ, ആഹാ, എനിക്കിത് അങ്ങനെ നീ മിണ്ടരുത്. നിങ്ങളെന്നാലും ഇവിടെ ഐസ്ക്രീം മേടിച്ചായിരുന്നോ? മേടിച്ചെങ്കിൽ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞോ? അതിന് ഇവിടെ ഐസ്ക്രീം മേടിക്കണത് നിങ്ങളോട് എന്തിനാ പറയുന്നത്? അതെ, ഇന്നലെ നീ ഈ കൊച്ചവിടെ ഉറങ്ങിയല്ലോ നീ എന്നോട് ചോദിച്ചോ? ഞാൻ ഇന്നലെ ചോദിച്ചില്ലേ? എപ്പാ? നുണ പറയരുത്. നിന്നോടൊക്കെ വർത്താനം പറഞ്ഞാലേ ശരിയാവില്ലേട്ടാ. അവൻ വരട്ടെ. നീ ചെയ്തത് ശരിയാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ത് ഒരു ഐസ്ക്രീം തിന്നത്? ഒരു ഐസ്ക്രീം തിന്നതല്ല, ഇങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ച് തിന്നണത്. ഞങ്ങളുടെ വീട്ടിൽ ആ സംസ്കാരം ഇല്ല. എന്റെ നാത്തൂനെ ഒരു ഐസ്ക്രീം തിന്നുന്നത് എന്തിനാ വിളിക്കുന്നത്? അതാ ചോദിക്കണേ, ഒരു ഐസ്ക്രീം തിന്നണേന് ഒരു സ്പൂൺ ആ കൊച്ചിന് കൊണ്ട് കൊടുക്കണേന് നിനക്ക് എന്ത് പഴച്ച്? നിനക്ക് എന്ത് സംഭവിക്കും? ഒരു സ്പൂൺ നീ അപ്പടിയും കൂടി വിഴുങ്ങിയല്ലോ ഐസ്ക്രീം എടുത്തിട്ട്. നീ തിന്നോ ജമന്തി? അത് എന്റെ കൊച്ചിനെ കാണിച്ച് കൊതിപ്പിക്കരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഏട്ടൻ എന്തെങ്കിലും മേടിച്ചു വരുമ്പോ ഞങ്ങൾക്ക് രണ്ടു കൂടി ഇരുന്ന് കഴിക്കണ്ടേ? നല്ല കാര്യം. നിന്റെ വീട്ടിൽ നിനക്ക് നിന്റെ ചേച്ചിക്കോ ആങ്ങളൊക്കെ ഒരു കൊച്ചുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുവോ? അത് നിങ്ങൾക്ക് കൊടുക്കാൻ ഇതാരാ? ഇതാരാ? ഒരു മുട്ടായി കഷ്ണം കിട്ടിയ ജമന്തി മാമിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ അവള് വരൂല്ലേടി. എന്നിട്ട് ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേനും കൊതി കൊണ്ട് പറയണതല്ല, അതിന്റെ വിഷമം കണ്ടിട്ട് പറയണതാ ഞാൻ. വേണ്ട, ഒന്നും പറയണ്ട. ഇവൾക്ക് ചുമ്മാ പറയണ കൊച്ചു തേനാണ്, പാലാണ്, ചക്കരയാണ്, അടയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ കൊച്ചിന് ഐസ്ക്രീം മേടിച്ച് കൊടുക്കാനുള്ള കഴിവ്, അതിനുള്ള പണി ഞാൻ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ആരും ഐസ്ക്രീം മേടിച്ചില്ല, കണ്ടിട്ട് പോലുമില്ല ഞാൻ. എന്റെ കൊച്ചിനെ ഇന്ന് ഐസ്ക്രീമിൽ ഞാൻ കുളിപ്പിക്കും. ഇത് മേടിച്ചിട്ടില്ലെങ്കിൽ ഈ സാധനം ഇവിടെ പൊട്ടി മുളച്ച് വന്നോ? നാത്തൂന് ഞാൻ പറയട്ടെ, വേണ്ട ജമന്തി, നീ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ? ഇനി നീ ജമന്തി മാമിനെ കാണുന്ന പറഞ്ഞ് മോടി കൂട്. അതെ, എത്രയും പെട്ടെന്ന് 2 പെട്ടി ഐസ്ക്രീം എന്റെ വീട്ടിൽ ഇറക്കിത്താ. എടാ, എവിടെ നിന്നൊന്നും അറിയണ്ട. ഏറ്റവും രുചിയുള്ളതും ഏറ്റവും വില കൂടിയതും. ആ കാര്യമുണ്ട്. പൈസ നീ നോക്കണ്ട, എവിടെ നിന്നാലും മേടിച്ചോണ്ടോ. പെട്ടെന്ന് മേടിച്ചോണ്ടോ. അതെ, എന്റെ കൊച്ചിനെ ഞാൻ ഐസ്ക്രീമിൽ കുളിപ്പിക്കും, ഐസ്ക്രീമിൽ കിടത്തി ഉറക്കും. നോക്കിക്കോ. മനസ്സിലായല്ലോ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മതി. പാടിവിടെ. Alien versus Alien.